method ആണ് stock and debtors system. Under stock and debtors method, several accounts relating to the transaction of a branch are maintained in the books of head office. അപ്പോൾ ഇവിടെ ഹെഡ് ഓഫീസ് എന്ത് ചെയ്യുന്നുണ്ട്, ബ്രാഞ്ചുമായിട്ട് റിലേറ്റഡ് ആയി വരുന്ന കുറേ അക്കൗണ്ട്സ് ഇവിടെ പ്രിപ്പയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ when the goods are sent to the branch at invoice price and the size of the branch is large. അതായത് ലാർജ് സൈസിലുള്ള ഒരു ബ്രാഞ്ചാണെന്ന് വിചാരിക്കുക, അവിടെ ഒരുപാട് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത് ഇൻവോയ്സ് പ്രൈസിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ ഈ ഒരു സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. ഒരു മെത്തേഡ് പ്രകാരം പ്രിപ്പയർ ചെയ്യുന്ന ഫസ്റ്റ് അക്കൗണ്ടാണ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. അപ്പോൾ ബ്രാഞ്ച് സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഈ ഒരു അക്കൗണ്ടിൽ ഉണ്ടാവുക. അപ്പോൾ സ്റ്റോക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. ഇനി ഇത് ഇൻവോയ്സ് പ്രൈസിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. ഇതൊരു റിയൽ അക്കൗണ്ടുമാണ്. സോ റിയൽ അക്കൗണ്ടിൻ്റെ റൂളാണ് നമ്മളവിടെ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, റിയൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അസറ്റ് ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ സ്റ്റോക്ക് എന്ന് പറയുന്ന അസറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അല്ലേ. അസറ്റ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യും, അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ആ ഒരു ലോജിക്ക് പ്രകാരം തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം ഡെബിറ്റ് സൈഡിൽ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. അതുപോലെ തന്നെ സ്റ്റോക്ക് ഡിക്രീസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ, ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ ബാലൻസ് കണ്ടുപിടിക്കുന്നു. ഇനി ഇവിടെ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ അതുപോലെ ഇതിൻ്റെ ക്ലോസിംഗ് ബാലൻസ്, സ്റ്റോക്കിൻ്റെ ക്ലോസിംഗ് ബാലൻസ് വെച്ചുകൊണ്ടായിരിക്കും ഇത് ക്ലോസ് ചെയ്യുക. ഇത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടാണ്. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ടു അസർട്ടൈൻ ദി ഗ്രോസ് പ്രോഫിറ്റ് ഓഫ് ദ ബ്രാഞ്ച്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് കേട്ടോ, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ ബ്രാഞ്ചിൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. സോ ഈ ഒരു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ലോഡുമായിട്ട്, അതായത് പ്രോഫിറ്റുമായിട്ട് റിലേറ്റഡ് ആയി വരുന്ന എല്ലാ എൻട്രീസും ആയിരിക്കും ഇതിൽ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഷോർട്ടേജ് ഓഫ് സ്റ്റോക്കിൻ്റെ ലോഡ്, അതുപോലെ തന്നെ ലോഡ് ഓൺ സ്പോയിലേജ്, ലോഡ് ഓൺ ലോസ് ഓഫ് സ്റ്റോക്ക് ബൈ ഫയർ, സ്റ്റോക്ക് റിസർവ് ഓൺ ക്ലോസിംഗ് സ്റ്റോക്ക്, ലോഡ് ഓൺ ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച്, നോർമൽ ലോസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു. അതുപോലെ സ്റ്റോക്കിന്മേൽ വരുന്ന സർപ്ലസ്, ഓപ്പണിംഗ് സ്റ്റോക്കിലുള്ള സ്റ്റോക്ക് റിസർവ്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൽ വരുന്ന ലോഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രെഡിറ്റിൽ നമ്മൾ കാണിക്കുന്നു. ദെൻ ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും. അതുകൊണ്ട് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടാണ്. ഈ ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എപ്പോഴാണോ ഒരു ബ്രാഞ്ചിന് അവരുടെ ഗുഡ്സ് ക്രെഡിറ്റിൽ സെയിൽ ചെയ്യാൻ ആയിട്ട് പെർമിഷൻ ഉള്ളത്, ആ ഒരു കേസിൽ മാത്രമാണ് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഈ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഓപ്പണിംഗ് ബാലൻസ് ആണ്, ഡെപ്റ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്, പിന്നെ അതുപോലെ തന്നെ ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടെങ്കിൽ അതൊക്കെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്. ഇനി ക്രെഡിറ്റ് സൈഡിൽ വന്നിട്ട് ക്യാഷ് എന്തെങ്കിലും റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, അതായത് ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ കുറയ്ക്കുന്ന കാര്യങ്ങൾ, ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു. അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം തന്നെ ഡെബിറ്റ് സൈഡിലും നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, ബാലൻസ് ചെയ്തിട്ട് ആയിരിക്കും നമ്മളത് ചെയ്യുക. അതായത് ക്ലോസിംഗ് ബാലൻസ് വെച്ചിട്ടാണ് അത് എൻഡ് ചെയ്യുന്നത് കേട്ടോ. ബ്രാഞ്ച് ഡെപ്റ്റേഴ്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ് വെച്ചിട്ടായിരിക്കും എൻഡ് ചെയ്യുക. ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ചിലപ്പം നമുക്കതിൽ മിസ്സിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ മിസ്സിംഗ് ഫിഗേഴ്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഇനി അടുത്ത അക്കൗണ്ട് എന്ന് പറയുന്നത് ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടാണ്. അതായത് ബ്രാഞ്ചുമായിട്ട് റിലേറ്റഡ് ആയി വരുന്ന എല്ലാ എക്സ്പെൻസസും റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ വന്നിട്ട് എല്ലാ എക്സ്പെൻസസും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഈ എക്സ്പെൻസസ് എല്ലാം തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അടുത്തതാണ് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് ഒരു ബ്രാഞ്ചിൻ്റെ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ. ആ ഗ്രോസ് പ്രോഫിറ്റ് വെച്ചുകൊണ്ടായിരിക്കും ഈ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക, ഗ്രോസ് ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ദെൻ ബ്രാഞ്ച് എക്സ്പെൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡെബിറ്റ് ചെയ്യാം. പിന്നെ സ്റ്റോക്കിൻ്റെ ഷോർട്ടേജിന്മേലുള്ള കോസ്റ്റിൻ്റെ പോർഷൻ മാത്രം നമ്മളിവിടെ കാണിക്കണം. പിന്നെ അതുപോലെ തന്നെ അബ്നോർമൽ ലോസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റിൻ്റെ പാർട്ട് മാത്രം നമ്മളിവിടെ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം. ഇനി അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ വന്നിട്ട് ഇൻഷുറൻസ് ക്ലെയിംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ കാണിക്കുക. പിന്നെ സ്റ്റോക്കിൻ്റെ സർപ്ലസ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ കോസ്റ്റിൻ്റെ പാർട്ട് എന്താണോ അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നുണ്ടായിരിക്കണം. ദെൻ അത് ബാലൻസ് ചെയ്ത് നോക്കുക. ബാലൻസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്താണെന്ന് വെച്ചാൽ അത് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കായിരിക്കും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്.
ഇനി അടുത്തതായിട്ട് ഈ ഒരു മെത്തേഡിൻ്റെ അണ്ടറിൽ വരുന്ന അക്കൗണ്ടാണ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യല്ലോ, ആ ഗുഡ്സ് സെൻഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിൻ്റെ റിട്ടേൺസും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന അക്കൗണ്ടാണ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ബാലൻസ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടായിരിക്കും ഇത് ക്ലോസ് ചെയ്യുന്നത്. ഇനി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടിന് ഓപ്പണിംഗ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ഇനി അടുത്തത് ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ടാണ്. അപ്പോൾ ഈ ക്യാഷ് അക്കൗണ്ട് എപ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ വെൻ ദ ബ്രാഞ്ച് ഈസ് അലൗഡ് ടു ഹോൾഡ് ക്യാഷ് ആൻഡ് യൂസ് ഇറ്റ് ഫോർ ബ്രാഞ്ച് എക്സ്പെൻസസ് ആൻഡ് റെമിറ്റ് ദ ബാലൻസ് ഓഫ് ഹെഡ് ഓഫീസ് ആഫ്റ്റർ സർട്ടൻ ഇൻ്റർവൽ. അപ്പോൾ ഒരു ബ്രാഞ്ചിന് ക്യാഷ് കൈവശം ഹോൾഡ് ചെയ്യാനായിട്ടുള്ള അധികാരം ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ എന്ത് ചെയ്യുള്ളൂ, ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. ഇമ്മീഡിയറ്റ് ആയിട്ട് ഹെഡ് ഓഫീസിലേക്ക് റെമിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ ക്യാഷ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ മതിയാവും. അപ്പോൾ ബ്രാഞ്ച് ക്യാഷിൽ വന്നിട്ട് ബ്രാഞ്ചിലേക്ക് ക്യാഷ് റിസീവ് ചെയ്യുന്നതെല്ലാം തന്നെ നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക, പേയ്മെൻറ്റ് നടത്തിയതൊക്കെ ക്രെഡിറ്റ് സൈഡിലും കാണിക്കുക. ഫിക്സഡ് അസറ്റ്സ് അക്കൗണ്ടാണ്. ഇപ്പോൾ ബ്രാഞ്ചിലുള്ള ഓരോ അസറ്റിന്മേലും സെപ്പറേറ്റ് ആയിട്ടുള്ള അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ ഒരു ബ്രാഞ്ചിന് മെഷീനറി ഉണ്ടെന്ന് വിചാരിക്കുക, അപ്പോൾ ആ മെഷീനറി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ബ്രാഞ്ച് അക്കൗണ്ട് ഫിക്സഡ് അസറ്റ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ആ മെഷീനറിയിൽ ആ ഒരു വർഷം നമ്മൾ അഡീഷണൽ മെഷീനറി പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ റിഡക്ഷൻസോ അല്ലെങ്കിൽ ഡിപ്രീസിയേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ക്ലോസിംഗ് ബാലൻസ് നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ്സ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി ഈ ഒരു മെത്തേഡ് പ്രകാരം നമുക്ക് കുറേ ജേണൽ എൻട്രീസ് തന്നിട്ടുണ്ട്. അപ്പോൾ ജേണൽ എൻട്രീസ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ടോപ്പിക്കാണ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ്. അതായത് ലാർജ് സൈസിലുള്ളൊരു ബ്രാഞ്ച് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഹെഡ് ഓഫീസിൻ്റെ ആ ബ്രാഞ്ചിൻ്റെ എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആ ഒരു കേസിൽ എന്ത് ചെയ്യും, ആ ഒരു ബ്രാഞ്ചിനെ ഒരു ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ് എന്നുള്ള രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺ വിച്ച് ക്യാരീസ് ഇറ്റ്സ് ബിസിനസ് ഇൻഡിപെൻഡൻ്റ്ലി. അതായത് ഹെഡ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യുന്ന ബ്രാഞ്ചസിനെയാണ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഹെഡ് ഓഫീസിൻ്റെ അണ്ടറിലായിരിക്കും ഇവർ വർക്ക് ചെയ്യുക, എന്നിരുന്നാലും ബിസിനസ്സൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് അവരുടെ തന്നെ കംപ്ലീറ്റ് റെക്കോർഡ്സും അവർ തന്നെയായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഡബിൾ എൻട്രി സിസ്റ്റത്തിനെ ബേസ് ചെയ്തുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഇവർ ഈ പറയുന്ന ബ്രാഞ്ചിൻ്റെ എല്ലാ ഓപ്പറേഷൻസും അല്ലെങ്കിൽ എല്ലാ ബുക്സും റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കുറച്ച് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് റിസീവ്സ് ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ് ആൻഡ് ഓൾസോ അതേഴ്സ്. അതായത് ഇവിടെ ഹെഡ് ഓഫീസിൽ നിന്നും ഗുഡ്സ് റിസീവ് ചെയ്യാം, അതുപോലെ തന്നെ ലോക്കൽ മാർക്കറ്റിൽ നിന്നും അവർ ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ചാൻസ് അവിടെ ഉണ്ട്. ഇനി ഈ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചിന് അവരുടേതായിട്ടുള്ള ഒരു ഓൺ സെയിൽസ് പോളിസി ഉണ്ടായിരിക്കും. ഇനി എക്സ്പെൻസസ് എല്ലാം തന്നെ അവരുടെ ഫണ്ടിൽ നിന്ന് തന്നെയായിരിക്കും, അവർ എത്രത്തോളം ക്യാഷാണ് റിസീവ് ചെയ്യുന്നത് അതിൽ നിന്ന് തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്, അവരുടെ എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹെഡ് ഓഫീസിലേക്ക് ക്യാഷ് റെമിറ്റ് ചെയ്യുകയൊന്നുമില്ല. ഇനി ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചിന് അവർക്ക് തന്നെ ഒരു അവരുടേതായിട്ടുള്ളൊരു അക്കൗണ്ട് ഉണ്ടായിരിക്കും, അതിൽ തന്നെയായിരിക്കും ക്യാഷ് റിസീവ് ചെയ്യുന്നതെല്ലാം തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് പ്രകാരം ഈച്ച് ബ്രാഞ്ച് മെയിൻറ്റെയിൻസ് എ ഹെഡ് ഓഫീസ് അക്കൗണ്ട്. അതായത് ഓരോ ബ്രാഞ്ചും ഹെഡ് ഓഫീസ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ ഹെഡ് ഓഫീസ് എന്ത് ചെയ്യുന്നു, ബ്രാഞ്ച് അക്കൗണ്ടും എല്ലാ ബ്രാഞ്ചുകളുടെയും ബ്രാഞ്ച് അക്കൗണ്ടും അവരും മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഇവർ തമ്മിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഉണ്ടാവുമല്ലോ, ഈ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചും ഹെഡ് ഓഫീസും തമ്മിൽ നടത്തുന്ന ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണോ ആ ട്രാൻസാക്ഷൻസ് ആയിരിക്കും ഈ രണ്ട് അക്കൗണ്ടിലും റെക്കോർഡ് ചെയ്യുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടേമാണ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. അതൊന്ന് നോക്കി വെക്കണം. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ബൈ ഹെഡ് ഓഫീസ് ടുവാർഡ്സ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിംഗ് പീരീഡ് നോട്ട് റിസീവ്ഡ് ബൈ ദ ബ്രാഞ്ച് ടിൽ ദ എൻഡ് ഓഫ് ദാറ്റ് പീരീഡ് ആർ നോൺ ആസ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. അപ്പോൾ ട്രാൻസിറ്റ് എന്ന് പറയുന്നത് ഓൺ ദി വേ എന്ന് പറയുന്ന ഒരു മീനിങ് ആണ്. അതായത് ഗുഡ്സ് ആർ ഓൺ ദി വേ, ഗുഡ്സ് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, എത്തിയിട്ടില്ല. അപ്പോൾ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് അയച്ചിട്ടുണ്ട്, പക്ഷേ അത് ഇതുവരെയായിട്ടും എന്ത് ചെയ്തിട്ടില്ല, ബ്രാഞ്ചിൽ ആ ഒരു എൻഡ് ഓഫ് ദ പീരീഡ് വരെ അത് റിസീവ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അത് റിസീവ് ചെയ്യുന്നത് വരെ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്നുള്ള രീതിയിലായിരിക്കും ബ്രാഞ്ചിൻ്റെ ബുക്സിൽ അതിന് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു ജേണൽ എൻട്രി, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ഉണ്ട്. അതായത് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് അറ്റഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഹെഡ് ഓഫീസിൻ്റെ ബുക്സിലാണെങ്കിലാണ് നമ്മൾ ഈ ഒരു ജേണൽ എൻട്രി പാസ് ചെയ്യേണ്ടത്. ഇനി ബ്രാഞ്ചിൻ്റെ ബുക്സിലാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് അറ്റഡ് ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട് എന്നാണ് ജേണൽ എൻട്രി പാസ് ചെയ്യേണ്ടത്. അടുത്തതാണ് ക്യാഷ് ഇൻ ട്രാൻസിറ്റ്. ക്യാഷ് ദാറ്റ് ഹാസ് ബീൻ സെൻറ്റ് ബട്ട് ഹാസൻ യെറ്റ് ബീൻ റിസീവ്ഡ് ബൈ ദി ഇൻറ്റൻറ്റഡ് റെസിപ്പിയൻറ്റ്. അതായത് നമ്മൾ ക്യാഷ് സെൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെയായിട്ടും റെസിപ്പിയൻറ്റിൻ്റെ അടുത്തേക്ക് അത് റിസീവ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് ക്യാഷ് ഇൻ ട്രാൻസിറ്റ് എന്നാണ് അതിനെ പറയുക. അപ്പോൾ അതിനൊരു അഡ്ജസ്റ്റിംഗ് എൻട്രി പാസ് ചെയ്യണം. ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ നമ്മൾ അഡ്ജസ്റ്റിംഗ് എൻട്രി പാസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് അറ്റഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്നുള്ള രീതിയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്.
വേഗം ഒന്ന് നോട്ട് ചെയ്യുക. ഇവിടെ ഡെപ്റ്റർ സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ കുറേ ജേണൽ എൻട്രീസ് വരുന്നുണ്ട്. സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റത്തിൻ്റെ അണ്ടറിലും കുറേ ജേണൽ എൻട്രീസ് നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ജേണൽ എൻട്രീസ് ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ജേണൽ എൻട്രീസ് ചോദിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ജേണൽ എൻട്രീസ് നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക.